പാർലമെന്റ് വർഷകാല സമ്മേളനം തുടങ്ങി ഇന്നത് 5ാമത്തെ ദിവസമാണ്. ഈ 5 ദിവസവും ബഹളമയമായിരുന്നു. ഇന്നലെ ഉൾപ്പെടെ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പാർലമെന്റിന് മുന്നിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ മുദ്രാവാക്യം മുഴക്കുകയാണ്. 12 മണിവരെയാണ് ലോക്സഭാ നടപടികൾ സ്പീക്കർ നിർത്തിവച്ചിരിക്കുന്നത്. അതിനുശേഷം പുറത്തേക്ക് വന്ന പ്രതിപക്ഷം പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ സഭാ നടപടികൾ തുടങ്ങുന്നതിന് മുൻപും ലോക്സഭയ്ക്ക് മുന്നിൽ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഒപ്പം അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെയും രാജി കൂടി ഇപ്പോൾ ഒരു ഡിമാൻഡായി വരികയാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് അത്തരം ആവശ്യങ്ങളും മുദ്രാവാക്യങ്ങളും ഉയരുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ലോക്സഭാ നടപടികൾ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ എംപിമാർ ഇപ്പോൾ സഭാ കവാടത്തിലാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. सर थैंक यू वेरी मच सर. आपने हम सभापति जी 20 जुलाई सोमवार को छात्रों के खिलाफ जिस तरह लाठीचार्ज उससे मेरा मन दुखा. രാജ്യസഭയും നിർത്തിവച്ചിരിക്കുകയാണ്. സഭാ നടപടികൾ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ രാജ്യസഭയിലും സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. ഇന്നും രാജ്യസഭയും ലോക്സഭയും നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. പി ബസന്ത് ഇരുസഭകളും തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു. മല്ലികാർജ്ജുന ഖാർഗെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രാജ്യസഭാ അധ്യക്ഷൻ പി രാധാകൃഷ്ണൻ സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. ലോക്സഭയും 12 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നു. ഇരു സഭകളും ഇപ്പോൾ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 12 മണിക്ക് രാജ്യസഭയിൽ ശൂന്യവേളയ്ക്ക് ശേഷം വന്ദേമാതരം ബില്ല് പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ ബസന്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വന്ദേമാതരത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ വരുന്നുണ്ട്.